ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് മത്സരം ലീഡ്സിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഒരു 5 വിക്കറ്റിൻ്റെ ഒരു വലിയ പരാജയം തന്നെ ഏറ്റുവാങ്ങി. ബാറ്റിങ്ങിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയെങ്കിൽ കൂടി വാലറ്റത്തിൻ്റെ ഒരു മോശം ബാറ്റിംഗ് പ്രകടനം, അതുപോലെ തന്നെ ബൗളിങ്ങും ഫീൽഡിങ്ങും എല്ലാം ഇന്ത്യക്ക് തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ലീഡ്സിൽ നമ്മൾ കണ്ടത്. ഇനി ലീഡ്സിൽ ഇന്ത്യനെ സംബന്ധിച്ച് 2 വിജയങ്ങളെങ്കിലും നേടിയിട്ടുണ്ട് ചരിത്രത്തിൽ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് ബർമിംഗ്ഹാമിലാണ്, എഡ്ജ്ബാസ്റ്റണിലാണ്. അപ്പോൾ അവിടുത്തെ ഇന്ത്യയുടെ ഒരു മോശം ചരിത്രമാണ് ഉള്ളത്. തീർച്ചയായിട്ടും വളരെ മോശം എന്ന് തന്നെ ഇന്ത്യയുടെ അവിടെ കളിച്ച ഒരു മത്സരം ഇന്ത്യക്ക് ഈ ഗ്രൗണ്ടിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 8 മത്സരങ്ങൾ കളിച്ചതിൽ 7 മത്സരങ്ങളും ഇന്ത്യ പരാജയപ്പെട്ട് ഒരു മത്സരം സമനിലയായി. അത് 1980-കളിലെ എങ്ങാണ്ട് കഴിഞ്ഞ ഒരു മത്സരം. മറുവശത്ത് ഇംഗ്ലണ്ടിൻ്റെ ഒരു അവസ്ഥ നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് താരങ്ങൾ ഇപ്പോൾ ഉള്ള ജോ റൂട്ട് ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച പ്രകടനം നടത്തുന്ന ഗ്രൗണ്ടാണ്. അത് മാത്രമല്ല അവസാനമായിട്ട് അവിടെ കളിച്ച മത്സരത്തിൽ 10 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുള്ളത്. വെസ്റ്റ് ഇൻഡീസിനെതിരെയാണെന്ന് പറയാം, പക്ഷേ എന്നാൽ പോലും ആ ഒരു സമ്പൂർണ്ണ ആധിപത്യം ബർമിംഗ്ഹാമിലുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് ഈ പരമ്പരയിൽ ഒരു അടുത്തൊരു തോൽവിയും കൂടി ഏറ്റുവാങ്ങുന്ന ഒരു നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക്, കാരണം ഒരു തോൽവിയും കൂടി ആകുമ്പോൾ ഒരു പരമ്പരയുടെ ഒരു വ്യക്തമായൊരു ചിത്രം കിട്ടും. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം നമുക്ക് ഈ ഇന്ത്യയുടെ യുവനിരയാണ് വരുന്നത്, പിന്നെ അതിൽ പ്രതീക്ഷയുണ്ട്. ആദ്യ മത്സരത്തിൽ സൈഫ് പറഞ്ഞാൽ 5 വിക്കറ്റിൻ്റെ ഒരു വലിയ പരാജയം തന്നെ പറയാമെങ്കിൽ കൂടി 5 വിക്കറ്റിൻ്റെ പരാജയമാണ്. പക്ഷേ ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടിയ ഒരു ടീമാണ് ഈ പരാജയപ്പെട്ടത്. അപ്പം നമ്മുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. 5 സെഞ്ചുറികൾ പറഞ്ഞിരുന്നു. അപ്പം എഡ്ജ്ബാസ്റ്റണിലേക്ക് കളി എത്തുമ്പോൾ ഇവിടെയും ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് കരുത്തുണ്ട്, പിന്നെ ബാറ്റിങ്ങിൽ അത് മുൻതൂക്കം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് വരുമ്പം പറഞ്ഞാൽ തന്നെ ബൗളിംഗ് നിരയിലേക്ക് എത്തുമ്പം ബൂംറയും ഇല്ലാത്തൊരു മത്സരമാണെങ്കിൽ അവിടെ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ബൂംറ ഇല്ലാന്ന് ഏറെക്കൂടെ ഉറപ്പായിട്ടുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ അത് വ്യക്തമാണ്. അപ്പം എന്തായിരിക്കും പിന്നെ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാർ ഇത് പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും ബാറ്റ് ചെയ്യുന്നത് അവിടെ കിടക്കുന്നുണ്ട്. ഇന്ത്യക്കാർ 5 സെഞ്ചുറി വന്നാൽ അവിടെ എത്ര സെഞ്ചുറി ഇറക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പം പറഞ്ഞാൽ തന്നെ 8 മത്സരങ്ങളിൽ 7 പരാജയം, ഒരു സമനില. അതിൽ ഒരു ജയം നേടാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ടീമിനെ കൊണ്ട് പറ്റായികയൊന്നുമില്ല. നല്ല സെറ്റ് ടീമാണ്. ബൗളർമാരിൽ കുറച്ചുകൂടി ഇപ്പം പകരം വരുന്നത് അഗസ്ദീപ് ആയാലും അർഷ്ദീപ് ആയാലും അവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ പ്രസിദ്ധും സിറാജിനും കൂടി എറിഞ്ഞു പിടിക്കാൻ പറ്റിയേക്കാം. പിന്നെ ബൂംറയ്ക്ക് പറ്റാത്തത് ഇവിടെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യം കൂടെ യുക്തിപരമായ ചോദ്യം വേറെ നടക്കുന്നുണ്ട്. പക്ഷേ കളിയാണ്, എന്ത് സംഭവിക്കാം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ നല്ല വിശ്വാസമുണ്ട്. അതിൽ കരുൺ നായരും സായ് സുദർശനും കൂടി ഫോമിലേക്ക് എത്തിയാൽ, രണ്ടുപേരും ഫോമിലുള്ള താരങ്ങളാണ്. ആദ്യ മത്സരത്തിൽ ചെറിയ പിഴവുകൾ പറ്റിയെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കരുൺ നായറിന് ഇംഗ്ലീഷ് പിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പിച്ച് കിട്ടുമ്പോൾ, ബാറ്റിംഗ് പിച്ച് കിട്ടുമ്പോൾ ഇന്ത്യൻ ടീം തിരിച്ചു വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിജയത്തിലേക്ക് എത്താൻ പറ്റുമോ, സമനിലയായിരിക്കും അതോ വീണ്ടും ഒരു തോൽവിയായിരിക്കും എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അങ്ങനെ വീണ്ടും ഒരു തോൽവി വന്നാൽ 5 വർഷം കൂടെ പരമ്പരയിൽ 2-0 പിന്നിലേക്ക് പോകും. പിന്നെ അത് ഒരു തിരിച്ചറിവ് കുറച്ചുകൂടി വിഷമമായിരിക്കും. കാരണം ഈ ഒരു യുവനിരക്ക് അത് വീണ്ടും ഒരു വലിയ ബാധ്യതയും മാറും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വലിയൊരു നല്ല മത്സരം തന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും. ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയുടെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. കാരണം ഈ ബുംറ മാറി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല പ്രസിദ്ധ് കൃഷ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. 2 ഇന്നിങ്സിലായിട്ട് 5 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു ടെസ്റ്റ് മാച്ച് പോലെയല്ല. അദ്ദേഹത്തിന് ഏകദിനത്തിലോട് ആ ഒരു സമാനമായിട്ടുള്ള എക്കണോമി അദ്ദേഹത്തിന് ഉണ്ട്. അതായത് റണ്ണ് ഈസി ആയിട്ട് ഇംഗ്ലണ്ട് അടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാറ്റിങ്ങിന് ഇപ്പോൾ ഇംഗ്ലണ്ട് 710 ഇന്ത്യക്കെതിരെ അടിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ അതായത് ബുംറ ഇല്ലാതെ പ്രസിദ്ധ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ബോളർ ഇത് ഒരു കളിപ്പിക്കാൻ ഇന്ത്യ സാധ്യത ഉണ്ടോ? കാരണം പകരം ഇപ്പോൾ ആകാശ്ദീപ് ആണെങ്കിലും അർഷ്ദീപ് ആണെങ്കിലും അവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വാർത്ത വന്നിരുന്നത്, അതായത് പരിശീലന സെഷനുകളിലൊക്കെ ഇന്ത്യൻ കോച്ച് ഗംഭീർ ആണെങ്കിലും മോണെ മോർക്കൽ ബോളിംഗ് കോച്ച് ആണെങ്കിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ഇവർ 2 പേർക്കാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ബുംറ സത്യത്തിൽ പരിശീലന ആദ്യ സെഷനുകളൊന്നും ഉണ്ടായിരുന്നേ ഇല്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇവർക്കാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രസിദ്ധ് കൃഷ്ണയും കൂടി പുറത്താവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയും. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ മത്സരത്തെ എക്കോണമി നോക്കുമ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെയാണ് അത് ചിന്തിക്കേണ്ടതുണ്ട്. പ്രസിദ്ധിനെ മാറ്റിയിട്ട് 2 യുവതാരങ്ങൾക്ക് ബൂമറയ്ക്ക് വരാൻ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബൂമറയില്ലാത്തൊരു മത്സരമാണ്. സിറാജാണ് പേസ് നിരയെ നയിക്കേണ്ടത്. അതിനൊപ്പം പ്രസിദ്ധ് കൃഷ്ണൻ കൂടി ഇല്ലെങ്കിൽ കൂടി വലിയൊരു പിന്നെ ഈ പറഞ്ഞ അനുഭവ സമൂഹത്തിൻ്റെ പ്രശ്നം അവിടെ വീണ്ടും വരും. അർഷ്ദീപ് നമുക്കറിയാം ബോളർ മറ്റ് ഫോർമാറ്റുകൾ കഴിവ് തെളിയിച്ച താരമാണ്. ആകാശ്ദീപും പിന്നെ കുഴപ്പമില്ല, നമുക്ക് 2 പേർക്കും വിശ്വസിക്കാവുന്നതാണ്. കൂടുതൽ ഇപ്പം പറഞ്ഞ നെറ്റിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രസിദ്ധ് കൃഷ്ണക്കും പിന്നെ സിറാജിനൊപ്പം പ്രസിദ്ധ് കൃഷ്ണൻ ഉണ്ടാവും. മറ്റു താരം മൂന്നാമത്തെ താരം ആരായിരിക്കും എന്നറിയാനുള്ളൊരു ഇത് മാത്രമേ എനിക്കുള്ളത്. ഇപ്പം ആകാശാണോ അർഷ്ദീപ് ആണോ എന്നുള്ളതായിരിക്കാം പിന്നെ ബോളിംഗ് കോച്ചും തീരുമാനിക്കുന്നത്. പ്രസിദ്ധ് കൂടി ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ അവസ്ഥയിൽ പ്രസിദ്ധ് കൂടി ഇല്ലെങ്കിൽ ഒരു അനുഭവ സമൂഹത്തിൻ്റെ വലിയൊരു അനുഭവ സമൂഹത്തിന് എന്തായാലും വിലയുണ്ട്. അപ്പം റൺ വഴങ്ങുന്ന താരം തന്നെയാണ്. എങ്കിൽ കൂടി അദ്ദേഹത്തിന് കളിപ്പിച്ചില്ലെങ്കിൽ അത് വലിയൊരു പിന്നെ ഇത് വന്നേക്കാം. ഈ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പിച്ചിലേക്ക് 710 അടിച്ചത് പിച്ച് പറയുന്നു. പിന്നെ ഈ പിച്ചിൽ പറഞ്ഞ ഇംഗ്ലണ്ടിൻ്റെ 3 ഹൈസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ കുക്കും റൂട്ടും എല്ലാം 3 സ്കോർ പറഞ്ഞതും ഇന്ത്യക്കെതിരെയാണെന്നുള്ളത് ഉണ്ട്. അപ്പം
ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഇന്ത്യയെ തല്ലാനുള്ളൊരു പിച്ചായിട്ട് മാറിയിട്ടുണ്ട് ചരിത്രം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അവിടെ ഒരു തിരിച്ചറിവ് നോക്കുമ്പോൾ ബൗളിങ്ങിൽ നമുക്കൊരു വീക്ക്നെസ് ഇതുണ്ട്. ബൂംറ ഇല്ല, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സമീപകാലത്തെ ചരിത്രം നോക്കിയാൽ ബൂംറ ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഇല്ല എന്നൊരു അവസ്ഥ തന്നെയാണ്. ടെസ്റ്റ് ഫോർമാറ്റിൽ നമ്മൾ ബോർഡർ ഗാസ്കോ ട്രോഫിയിലൊക്കെ കണ്ടാണത്. ഇപ്പം ഒന്നാം ഇന്നിങ്സിൽ ഒന്നാം മത്സരത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ പിന്നെ പ്രസിദ്ധം കൂടി പുറത്തിരിക്കുക പറഞ്ഞാൽ അതിപ്പം ഒരു ഏട്ടപ്രഹരമായി മാറിയേക്കും. അതുകൊണ്ട് പ്രസിദ്ധ കളിക്കാനുള്ള ചാൻസാണ് കാണുന്നത്. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ഈ മൈതാനത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 60 ടെസ്റ്റ് മാച്ചുകൾ അവിടെ നടന്നതിൽ 19 തവണയാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിട്ടുള്ളത്. 23 തവണ ആദ്യം ബോൾ ചെയ്ത ടീം ആണ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും ടോസ് നേടിയ ടീം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനമായിട്ടൊക്കെ കളിച്ച മത്സരമൊക്കെ ഇപ്പോൾ ലീഡ്സിൽ നടന്ന അതേപോലെ സമാനമായിട്ടുള്ള ഒരു ചേസിംഗ് ആണ്. 76 ഓവറിൽ 378 റൺസ് ഇംഗ്ലണ്ട് അവസാന മത്സരത്തിൽ ഇവിടെ ഇംഗ്ലണ്ട് ചേസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ 2011 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് 710 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത് ബാറ്റ് ചെയ്തിട്ടാണ് സ്കോർ ചെയ്തിട്ടുള്ളതാണ്. അതെ, ഇന്ത്യക്കെതിരെ 2011 അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ മത്സരത്തിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ 224 റൺസിന് ഓൾ ഔട്ട് ആവുന്നത്. ഇംഗ്ലണ്ട് 710-ന് 7 ഡിക്ലെയർ ആണ്. അതായത് നോക്കണം, കാരണം 710 റൺസ് എടുത്തിട്ട് 7 വിക്കറ്റേ ഇംഗ്ലണ്ടിന് നഷ്ടമായിട്ടുള്ളൂ. മാത്രമല്ല അലക്സ്റ്റർ കുക്ക് 294 റൺസ് അടിച്ച ഒരു മത്സരമാണ്. ഈ മോർഗൻ സെഞ്ചുറി അടിച്ച മത്സരമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു പേടി സ്വപ്നം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ രീതിയിലുള്ള ഒരു മത്സരം നടന്നിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. അപ്പം ബാറ്റിങ്ങിന് അത്രയും ഈ മത്സരം നടന്നിട്ട് 14 വർഷം മുമ്പ് ആണ് മത്സരം നടന്നത്. പക്ഷെ പുതിയൊരു നമുക്കറിയാം, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു പുതിയ ബാറ്റിംഗ് ശൈലി ഉണ്ട് ടെസ്റ്റിൽ. അവർ കളിക്കുന്ന ഒരു ബാറ്റിംഗ് ശൈലി അതിനനുസൃതമായിട്ട് അവർ അവരുടെ ഹോം ഗ്രൗണ്ടുകളിനൊക്കെ പരിവപ്പെടുത്തി പാകപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അന്നത്തെ സമാനമായിട്ടുള്ളൊരു കണ്ടീഷനിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കണ്ടീഷൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ലീഡ്സിൽ നമ്മൾ കണ്ട ഒരു കണ്ടീഷൻ തന്നെ കാണാനാണ് സാധ്യത. കാരണം ഇംഗ്ലണ്ട് അങ്ങനെയാണ് അവരുടെ ഒരു ഗെയിമും എല്ലാം സ്ട്രാറ്റജിയും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അത് ഇന്ത്യനെ സംബന്ധിച്ച് ഈ ഒരു മുൻകാല ഫലങ്ങൾ ഇന്ത്യൻ ടീമിനെ വേട്ടയാടാനുള്ള ഒരു സാധ്യത അതെന്തായാലും നമുക്കുണ്ട്. നമ്മളൊരു പിച്ച് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പിച്ചിൻ്റെ ചരിത്രം വെച്ചിട്ടാണ്. ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്രൗണ്ടിൻ്റെ സ്വഭാവം പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് ടീം സെറ്റ് ചെയ്യും. ഇപ്പം ഏറ്റവും അവസാനം 2022 പിന്നെ ഇംഗ്ലണ്ടിൽ പര്യടനത്തിൽ ഇന്ത്യ ഗ്രൗണ്ടിൽ കളിച്ചപ്പോൾ 378 റൺസാണ് ഇംഗ്ലണ്ട് ചേസ് ചെയ്തിട്ട് ഇന്ത്യയെ തോൽപ്പിച്ചത്. ആ മത്സരത്തിൽ അവസാനത്തെ 5 മത്സരങ്ങളിൽ എനിക്കൊന്ന് ഏറ്റവും അവസാനം നടന്ന 5ാമത്തെ മത്സരത്തിലായിരുന്നു ഇന്ത്യ സമനില നേടിയത്. ബാക്കി അവസാനത്തെ 4 മത്സരം ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിലാണ് ഈ 378 റൺസ് ചേസ് ചെയ്തത്. 76 ഓവറിലാണ്. അതെ, ആ രീതിയിലാണ് അവർ കളിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവസാന ദിവസം 300 റൺ വന്നാലും ഈ നിലവിലെ ഇംഗ്ലണ്ട് ടീമിന്, നിലവിലെ ഇന്ത്യൻ ബോളിംഗ് ടീമിന് വെച്ചിട്ട് അത് എന്തായാലും അതിനെ വെച്ച് നമ്മൾ എടുത്തു പറയുന്നത് ഫീൽഡിങ്ങിലെ ഒരു പിഴവുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീൽഡിങ് തൊട്ടതെല്ലാം പിഴച്ചൊരു മത്സരമായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഇന്ത്യൻ ടീമിന് ഇപ്രാവശ്യം പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റൺ സേവ് ചെയ്യാം, കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാം, കുറച്ചുകൂടി മത്സരം ടൈറ്റ് ആക്കാം. അതല്ല, അതേ നിലവാരത്തിലാണ് ഇന്ത്യയുടെ ഫീൽഡ് ചെയ്യുന്നതെങ്കിൽ അന്ന് നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫീൽഡർമാരൊക്കെയാണ് ക്യാച്ചുകളും അവസരങ്ങളും മിസ്സാക്കിയത്. ആ രീതിയിലേക്കാണ് ഇവിടെയും പോകുന്നെങ്കിൽ ഈ സൈഫ് പറഞ്ഞാൽ തന്നെ 710 നമുക്ക് പ്രതീക്ഷിക്കാം. അതിനേക്കാൾ വലിയ തോൽവി നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇന്ത്യയുടെ ഒരു നല്ല ടീമിനെ ആയിരുന്നു അന്ന് ഈ നിലയിൽ നേരിട്ടത്. അപ്പം ഈ യുവതരെ കൊണ്ട് ഗില്ലിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കാത്തിരുന്ന് കണ്ടിട്ടുണ്ട്. തീർച്ചയായും. ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ ഒരു ചരിത്രം ഈ ഗ്രൗണ്ടിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് 56 ടെസ്റ്റ് മാച്ച് ഇവിടെ കളിച്ചതിൽ 30 മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുണ്ട്. 11 മത്സരങ്ങളാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. 15 മത്സരങ്ങൾ സമനിലയാണ്. ഇപ്പോൾ വിസിറ്റേഴ്സിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനമുണ്ട്. അതായത് 16 മത്സരങ്ങൾ കളിച്ചതിൽ ഓസ്ട്രേലിയ 5 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്, 6 മത്സരങ്ങൾ തോറ്റു, 5 മത്സരങ്ങൾ സമനില. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിലും 4 മത്സരങ്ങളാണ് ഇവിടെ 11 മത്സരങ്ങൾ കളിച്ച് വിജയിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ 1 മത്സരം ഇവിടെ വിജയിച്ചിട്ടില്ല, 8 മത്സരം കളിച്ച് ഇന്ത്യയുടെ ഒരു സമാനമായ റെക്കോർഡ് തന്നെയാണ്. 1 മത്സരം വിജയിക്കാനായിട്ടില്ല. ന്യൂസിലാൻഡ് ഇവിടെ 5 മത്സരങ്ങൾ കളിച്ചതിൽ 1 മത്സരം വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന നമ്പറുകളൊക്കെ നമ്മൾ പറയുമ്പോഴും ഗില്ലിന്റെ അവസരം കൂടിയാണിത്. ഒരു ജയമായിട്ട് ഈ തന്റെ പിന്നെ മുൻഗാമികൾക്കൊന്നും കഴിയാത്തൊരു ടീം പിന്നെ ഗ്രൗണ്ടിൽ ടീമിനെ ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഗില്ലിനത് കഴിഞ്ഞേക്കാം. അതാണ് ആഗ്രഹിക്കുന്നത്. പരമ്പര 1-1 എത്തണം, ഗില്ലിന് ഇവിടെ ജയിക്കാൻ പറ്റണം, ഗില്ലിന് ഒരു റെക്കോർഡ് സ്വന്തമാകാൻ പറ്റണം എന്നാണ് കരുതുന്നത്. ഞാൻ ഇപ്പോഴും ആദ്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ ടീമിൽ വിശ്വാസമുണ്ട്. ഈ ബോളിംഗ് നിരയിൽ ചെറിയൊരു ബോളിംഗ് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തി ഫീൽഡിംഗ് ഇന്ത്യയുടെ ഇന്ത്യ എന്തായിരുന്നു ഫീൽഡിങ്ങിൽ എന്താണ് കാണിച്ചത് നമുക്കറിയാം. കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ വന്നത് എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഇന്ത്യയുടെ ഫീൽഡിംഗ് എങ്ങനെയായിരുന്നു, ആ നിലയിലേക്ക് ഫീൽഡർമാർ മാറിയാൽ തന്നെ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ബാറ്റ്സ്മാൻമാർ ഇത്രയും നല്ല ഫോമായിട്ട് പിന്നെ നല്ല ഡെപ്തുള്ള ബാറ്റിംഗ് നിരയുണ്ട്. കരുൺ നായർ ഉൾപ്പെടെയുള്ള താരങ്ങളും രവീന്ദ്ര ജഡേജ അവിടം വരെ എത്തുമ്പോൾ ഈ ഓൾറൗണ്ടർമാരായാൽ കൂടി കഴിഞ്ഞ ദിവസം താക്കൂർ കളിച്ചത്, താക്കൂറിൻ്റെ പിന്നെ ബാറ്റിംഗ് ആയാലും നമുക്ക് കണ്ടതാണ്. ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഈ മത്സരത്തിൽ കളിക്കാൻ വരുന്നതെങ്കിൽ കൂടി അങ്ങനെ വരുമ്പോൾ അത്രയും ഡെപ്തിലൊരു ബാറ്റിംഗ് ആണ്.
അവരൊക്കെ ഫോമിലേക്ക് എത്തിയാൽ ഇംഗ്ലണ്ട് എത്ര റൺമല കയറിയാലും അല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ പറ്റാത്തൊരു ഒരു ബാറ്റിംഗ് യുഗനിര, ഒരു ബാറ്റിംഗ് വിസ്ഫോടന ശേഷി ഇന്ത്യക്ക് ഉണ്ട്. അത് പുറത്തെടുക്കുകയും ബോളിങ്ങിൽ കുറച്ച് മെച്ചപ്പെടുത്തുകയും കൂടെ ചെയ്താൽ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം. പരാജയപ്പെടാതെ പറഞ്ഞാൽ തന്നെ സമനിലയുടെ ഈ ഗ്രൗണ്ടിൽ വേണമെങ്കിൽ 2 എടുക്കാൻ വേണ്ടി പറ്റുന്ന ഉറപ്പുണ്ട്. ജയിക്കും സ്വപ്നം കാണാൻ വേണ്ടി പറ്റും. തീർച്ചയായും. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ബർമിംഗ്ഹാമിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഒരു ഹയസ്റ്റ് സ്കോർ വരുന്നത് 410 റൺസാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത് 410 എന്ന് പറയുന്നത് ഈ മൈതാനത്തെ സംബന്ധിച്ച് ഒരു ആവറേജ് സ്കോറിന് മുകളിലുള്ള ഒരു സ്കോർ തന്നെയാണ്. പക്ഷെ അത് ബാക്കിയുള്ള ഇന്ത്യയുടെ സ്കോറുകളൊക്കെ കുറഞ്ഞ സ്കോറുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ ബാറ്റും ബോളും തമ്മിലുള്ള ഒരു നല്ല പോരാട്ടം കാണുന്നൊരു ഗ്രൗണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് പേസ് ബോളിങ്ങിനെ തുണക്കുന്നൊരു പിച്ചാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യ മത്സരത്തിൽ നമുക്ക് ബോളിങ്ങിന് അങ്ങനെ വലിയ ആനുകൂല്യമൊന്നും കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല ലീഡ്സിൽ. ഇപ്പോൾ വിക്കറ്റുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു വേറൊരു രീതിയിൽ ബാറ്റർമാർക്ക് നല്ല രീതിയിൽ തുണക്കുന്ന ഒരു ഫ്ലാറ്റ് വിക്കറ്റ് തന്നെ ആയിരുന്നു ലീഡ്സിൽ. പക്ഷെ ബർമിംഗ്ഹാമിൽ വരുന്ന സമയത്ത് ഒരേ സമയം ഈ 2 ഇതും ഉണ്ടാവും. അതായത് പേസ് ബോളർമാരുടെ ഒരു വലിയ അപകടം, അതിനെ മറികടക്കാൻ ബാറ്റർമാർക്ക് കഴിഞ്ഞ് പിന്നെ അവർക്ക് വലിയ സ്കോറിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യനെ സംബന്ധിച്ച് പേസ് ബോളിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ബുംറ ഇല്ല. നമുക്കറിയാം ബുംറ ഓവർ ഡ്യൂട്ടിയാണ്. ബോളിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പം നോക്കിയാൽ 90% ബുംറയും ബാക്കി 10% മറ്റു താരങ്ങളും വരുന്നത്. 90% നഷ്ടപ്പെടുന്നത്. അതെ, പ്രത്യേകിച്ച് ബുംറ ഓവർ ടൈം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത് ബുംറ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സിറാജോ അല്ലെങ്കിൽ സിറാജിനാണ് ഇപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഉള്ളത്. പ്രസിദ്ധ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബുംറയിൽ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു, അദ്ദേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവിടെ പിന്നെ മാറി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം നമുക്ക് തന്ന പല അറിവുകളുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഒരു മത്സരം നേരിടേണ്ടത് നമുക്കറിയാം. സിറാജ് നയിക്കാനുണ്ട്, സിറാജിന് അനുഭവ സമ്പത്തുണ്ട്, സിറാജ് നമ്മളെ പേഴ്സണലി നയിക്കാനുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ അഭാവം ബാധിക്കില്ല എന്ന് പ്രസിദ്ധ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പ്രസിദ്ധ് കൃഷ്ണ ടീമിനകത്തുള്ള ഒരു ആള് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഏറ്റവും ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബുംറ കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേസ് ബോളർമാരിൽ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് മുഹമ്മദ് ഷമി എന്നുള്ള പേര് പറയേണ്ടി വരും. പക്ഷെ ആദ്യ മത്സരത്തിന് ശേഷം മുഹമ്മദ് ഷമി പ്രസ്താവന നടത്തി ബുംറക്ക് പിന്തുണ കൊടുക്കാൻ മറ്റുള്ള ബോളേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഒരു അതെ. അതായത് മറ്റുള്ള ബോളർമാരിൽ ആരും ബുംറക്ക് വേണ്ട രീതിയിൽ ഒരു പിന്തുണ കൊടുത്തില്ല എന്നാണ് ഷമി പറയുന്നത്. ഷമി നമുക്കറിയാം, ഷമിയുടെ ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു കരിയറിന്റെ ഒരു വളരെ ഒരു നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മുഹമ്മദ് ഷമി ഉള്ളത് എന്നുള്ള കാര്യം സംശയമില്ല. ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും സിറാജിനെ അല്ല ബുംറ കഴിഞ്ഞാൽ ഷമി തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ. അതെ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ബോളർമാര് ബുംറക്ക് പിന്തുണ കൊടുത്തില്ല. ഇപ്പൊ ഇത് ഇവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട് ബോൾ ചെയ്യാൻ. അതിന്റെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാരം അറിയണം, എല്ലാ താരങ്ങളും അറിയണം. അല്ലെങ്കിൽ ബൂമറയുടെ ഒപ്പം എല്ലാ സമയവും ബൂമറയുടെ ചുമലിൽ മാത്രം ഉത്തരവാദിത്തമായാൽ ഇവര് ഫ്രീ കളിച്ചു നമ്മൾ ഇതിലൊക്കെ പറയുന്ന പോലെ എല്ലാവരും അറിയണം, അനുഭവിക്കണം. അതെ, തീർച്ചയായും. എന്തായാലും ചുരുക്കി നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ ബർമിംഗ്ഹാമിൽ അത്ര എളുപ്പമല്ല ഇന്ത്യനെ സംബന്ധിച്ച്. പരാജയങ്ങൾ ഒരുപാട് നടക്കായില്ല. അതെ. അപ്പൊ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഇന്ത്യൻ ടീമിന്റെ കാര്യത്തിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് മൃഗീയമായിട്ടുള്ളൊരു ആധിപത്യമുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇന്ത്യൻ യുവനിരക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് അങ്ങനെ തന്നെ നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.